അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുന്യാവും ആഖിറവും നല്ലതായി തീരാനുതകുന്ന ഒരു ദുആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യമായി ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയും കൂടിയാണിത്. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ പല ദുആക്കൾക്ക് അവസാന ഭാഗത്തായിട്ട് നാം എപ്പോഴും കേൾക്കാറുള്ള ഒരു ദുആയും കൂടിയാണ്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം എന്തുമാത്രം പ്രാധാന്യത, എന്തുമാത്രം പവിത്രതയാണ് ഈ ദുആയ്ക്കുള്ളത് എന്ന്. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. എല്ലാം ഈ ദുആയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദുന്യാവിൽ നമുക്ക് നന്മ ലഭിക്കാനും ആഖിറത്തിൽ നമുക്ക് നന്മ ലഭിക്കാനും നരകത്തെ തൊട്ടുള്ള കാവലും ഒക്കെ ഈ ദുആയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ എപ്പോഴും അല്ലാഹുവിങ്കലേക്ക് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നന്മയും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുന്യാവും ആഖിറവും വിജയിക്കുന്നവർ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. സ്വർഗാവകാശികളിൽ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും എനിക്കും വേണ്ടിയും ദുആ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കുക. അവർ പറയുന്നതിൻ്റെ ഒരു കൂലി തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.